ജീവിതത്തിൽ പാപികൾ, ദുഷ്ടന്മാർ അവരൊക്കെ കടന്നു വരുവാൻ ഇടവരല്ലേ എന്ന് ആഗ്രഹിക്കുക. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 26 അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് പ്രധാനമായിട്ട് അവിടെ കാണുവാൻ കഴിയുന്നത്. താൻ ദൈവസന്നിധാനത്തിൽ നിലനിൽക്കുന്ന വിധത്തെക്കുറിച്ച് താൻ എടുത്തു പറയുകയാണ്. എന്നിട്ട് ദൈവത്തോട് തൻ്റെ ആഗ്രഹങ്ങളെ താൻ തുറന്നു പറയുകയാണ്. എൻ്റെ ജീവിതത്തിൽ പാപികൾ, ദുഷ്ടന്മാർ, രക്തപാതകന്മാർ അവരൊക്കെ കടന്നു വരുവാൻ ഇടവരല്ലേ എന്ന് താൻ ആഗ്രഹിക്കുകയാണ്. അവരിൽ നിന്ന് ഒക്കെ അകന്നു നിൽപ്പാൻ ദൈവം ഒരു കൃപ നൽകണമെന്ന് താൻ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: യഹോവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു, ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. താൻ പറയുകയാണ്, ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. പ്രിയ ദൈവത്തിന്റെ ജനമേ, എത്ര പേർക്ക് പറയുവാൻ കഴിയും ആ ദാവീദിനെ പോലെ ഞാൻ നിഷ്കളങ്കനായി നിലനിൽക്കുന്നു? ഹല്ലേലൂയ. തനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, തൻ്റെ ജീവിതത്തിൽ താൻ ദൈവവുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധത്തിലാണെന്ന് ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. താൻ പറയുകയാണ്, ഞാൻ നിഷ്കളങ്കതയിലാണ് നടക്കുന്നത്. താഴോട്ട് വായിച്ചു വരുമ്പോൾ 7-ാമത്തെ വാക്യത്തിൽ താൻ പറയുകയാണ്, ഞാൻ കുറ്റമിന്മേൽ എൻ്റെ കൈകളെ കഴുകുന്നു. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തീയ ജീവിതത്തിൽ നിഷ്കളങ്കരായിരിക്കാൻ കർത്താവ് നാം ഓരോരുത്തരിൽ നിന്നും അത് ആഗ്രഹിക്കുകയാണ്. യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്: നിങ്ങൾ തിരിഞ്ഞു ശിശുക്കളെ പോലെയാകുവാൻ ഒരു നിഷ്കളങ്ക ഹൃദയം ഈ ദിവസങ്ങളിൽ നാം ഏറ്റെടുക്കുവാൻ ഇടയായിത്തീരണം. കർത്താവിന്റെ സന്നിധാനത്തിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? കർത്താവെ, നിഷ്കളങ്കതയോടെ നടക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഉറപ്പോടെയാണ് ദാവീദ് 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ താൻ ഇങ്ങനെയാണ് പറയുന്നത്, ഞാനോ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കും. പ്രൈസ് ദി ലോർഡ്. താൻ ഇപ്പോൾ നടക്കുന്നത് നിഷ്കളങ്കതയിലാണ്. ഇനിയും ആമേൻ സ്തോത്രം, മുന്നോട്ടും താൻ നിഷ്കളങ്കതയിൽ നടക്കും എന്നൊരു തീരുമാനത്തിലാണ് കടന്നു വരുന്നത്. അങ്ങനെ ഉറപ്പായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയണമെങ്കിൽ തൻ്റെ ജീവിതത്തിൽ അത്രമാത്രം ഉറപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ. താൻ പറയുകയാണ്, താൻ ഇപ്പോൾ നിഷ്കളങ്കതയിലാണ്, ഇനിയും താൻ നിഷ്കളങ്കതയിൽ നടക്കും. പ്രിയ ദൈവത്തിന്റെ ജനമേ, നമുക്കും ഈ ദിവസങ്ങളിൽ അങ്ങനെ പറയുവാൻ കഴിയണം. നാം ദൈവസന്നിധാനത്തിന് അതിനു വേണ്ടിയുള്ള കൃപ പ്രാപിച്ചെടുക്കണം. പ്രൈസ് ദി ലോർഡ്. താൻ കർത്താവിനോട് പറയുകയാണ്, യഹോവേ, എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ, എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ. നിന്റെ ദയ എൻ്റെ കൺമുൻപിൽ ഇരിക്കുന്നു, നിന്റെ സത്യത്തിൽ ഞാൻ നടന്നുമിരിക്കുന്നു. തനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, കർത്താവിൻ്റെ സന്നിധാനത്തിൽ താൻ സത്യത്തിലാണ് നടക്കുന്നത്. എന്നിട്ട് താൻ ആഗ്രഹിക്കുന്ന ചില വിഷയം, വ്യർത്ഥന്മാരോട് കൂടെ ഞാൻ ഇരുന്നിട്ടില്ല, കപടന്മാരോട് കൂടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുമില്ല, ദുഷ്പ്രവർത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു, ദുഷ്ടന്മാരോട് കൂടെ ഞാൻ ഇരിക്കുകയുമില്ല. താൻ ഇരുന്നിട്ടില്ല എന്ന് പറയുന്നു, ഇനി മേലാൽ താൻ ഇരിക്കയില്ല എന്നും താൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ അത്ഭുത പ്രവർത്തികളൊക്കെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. യഹോവേ, ഞാൻ നിന്റെ യാഗപീഠത്തെ വലം വെക്കുന്നു. യഹോവേ, നിന്റെ ആലയമായ വാസസ്ഥലവും നിന്റെ മഹത്വത്തിന്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിനോട് അടുത്തിരുപ്പാൻ, യഹോവയുടെ വാസസ്ഥലം അത് ആഗ്രഹിപ്പാൻ, കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ നിവാസം നമുക്ക് പ്രിയമായി തീരുവാൻ ഇടയായി തീരട്ടെ. അങ്ങനെ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് ഇവരെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.